ഇത് CPM-ന്റെ അവസാനത്തെ വെപ്രാളമാണ്. നമ്മൾ ഈ ബഹുമാനപ്പെട്ട സംസ്കാരമില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി ജനൻ ടിവിയുടെ ക്യാപ്ഷൻ ഒരു കാലത്ത് നമ്മൾ കേരളമൊക്കെ ചർച്ച ചെയ്ത എന്ത് പ്രഹസനമാണ് സജി എന്ന രീതിയിൽ കേരളത്തിൽ എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ഈ കമ്മ്യൂണിസ്റ്റുകാർ ശരിക്കും നമ്മൾ പറയാറുണ്ട് ആട്ടിൻതോലണിഞ്ഞ ചെന്നായ് എന്നാണ് പറയാറ്. സത്യത്തിൽ ചെന്നായ് എത്രയോ പാപമാണ്. ആട്ടിൻതോലണിഞ്ഞ കമ്മ്യൂണിസ്റ്റുകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഈ സജി ചെറിയാന്റെ പ്രസ്താവനയിലൂടെ കേരളത്തിന് ബോധ്യമായിരിക്കുകയാണ്. ഇവർ വളരെ പോളിഷോടുകൂടി ക്രൈസ്തവ സ്നേഹവും മുസ്ലിം സ്നേഹവും ഒക്കെ പറയുമ്പോഴും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉള്ളിലുള്ള ഈ അന്ധമായിട്ടുള്ള ക്രൈസ്തവ വിരോധവും സഭകളോടുള്ള നിലപാടും ബിഷപ്പുമാരെയും നമ്മുടെ ഏറ്റവും യോഗ്യതുല്യരായി ജീവിക്കുന്ന ബിഷപ്പുമാരെയും ഒക്കെ എത്ര അവഹേളനത്തോടുകൂടി പുച്ഛത്തോടു കൂടിയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ കേരളത്തിന്റെ പൊതുമധ്യത്തിൽ വെച്ച് തെറി വിളിക്കുന്നത്. ഈ സാംസ്കാരിക ബോധം എന്ന് പറയുന്നത് പറഞ്ഞു ഈ സാംസ്കാരിക മന്ത്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിന് ശാപം എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ. ഒന്ന് സജി ചെറിയാൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി. അതോടുകൂടി കേരളത്തിന്റെ ഈ സാംസ്കാരിക പ്രഭുത്വം അതോടുകൂടി പോയി. രണ്ട്, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. നമുക്കറിയാം ഈ രണ്ടു പേരെയും ഈ കേരള ജനത ഏതർത്ഥത്തിലാണ് കാണുന്നതെന്ന്. അപ്പോൾ ഇവരിൽ നിന്ന് വമിക്കുന്ന വാക്കുകൾക്കും അത്രത്തോളം വിഷമുണ്ടായിരിക്കും. നമുക്കറിയാലോ, ഈ ഭരണഘടന ഇദ്ദേഹത്തിന് ആദ്യത്തെ പ്രസ്താവന, രണ്ടാം കമ്മ്യൂണിസ്റ്റ് പിണറായി സർക്കാരിൽ നിന്ന് ആദ്യമായി രാജിവെക്കേണ്ടത് ഇദ്ദേഹത്തിനാണ്. അന്ന് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന എന്തായിരുന്നു? ഭരണഘടനയ്ക്കെതിരെയായിരുന്നു. ഭരണഘടന ഇന്ത്യയിൽ കൊള്ളക്കാരെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളത്, ഇന്ത്യൻ ഭരണഘടന കൊള്ളക്കാരെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രസ്താവന. വിടുവായത്തം. ആ വിടുവായത്തത്തിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന് ആദ്യമായിട്ട് രാജിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ് രണ്ടാമത് അദ്ദേഹം കുതിര കയറാൻ ശ്രമിക്കുന്നത് ഇവിടെ ബിഷപ്പുമാരുടെ അടുത്തേക്കാണ്. ഇതിന് സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവരുടെ പ്രശ്നം. ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ലോകം മുഴുവൻ ക്രിസ്മസ് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ദിനത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് മുഴുവൻ ക്രൈസ്തവ നേതൃത്വത്തെ വിളിച്ച് അദ്ദേഹം അവരോട് സംസാരിക്കുന്നു, സ്നേഹപൂർവ്വം വിരുന്നൊരുക്കുന്നു. ആയിരത്താണ്ടുകളായിട്ട് ക്രൈസ്തവ നേതൃത്വം ഈ ഭാരതത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ഈ രാജ്യത്തിന്റെ രാഷ്ട്ര നിർമ്മാണത്തിൽ ക്രൈസ്തവ സഭകൾ വഹിച്ച പങ്കിനെ കുറിച്ച് പറയുന്നു. സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലയിൽ ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് പറയുന്നു. വ്യവസായികളായിട്ടുള്ള ക്രൈസ്തവർ, സ്പോർട്സ് മേഖലയിലുള്ള ക്രൈസ്തവർ, അങ്ങനെയുള്ള ക്രൈസ്തവ നേതൃത്വമായിട്ട് 60ഓളം ക്രൈസ്തവ സംഘടനകളുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള ചെറിയ നമ്മുടെ മണിപ്പൂരുമായ വിഷയവുമായി ബന്ധപ്പെട്ട ചെറിയ മുറിവുകളൊക്കെ ഉണ്ട്. സ്വാഭാവികമാണ്, മുറിവുകളൊക്കെ ഉണങ്ങണമല്ലോ. പ്രധാനമന്ത്രി എടുത്ത ധീരമായിട്ടുള്ള ഒരു നിലപാട്. അദ്ദേഹം ഇത് 2015 മുതൽ ക്രൈസ്തവ നേതൃത്വമായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഇതാണ്. നമ്മുടെ കൊച്ചിയിലൊക്കെ അദ്ദേഹം വന്ന സമയത്തും ഈ ക്രൈസ്തവ നേതൃത്വം അദ്ദേഹം നടത്തിയ ചർച്ച. ഇനി തൃശ്ശൂർ വന്നാൽ നമുക്കറിയാം, നാളെ തൃശ്ശൂർ വരും, എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ ക്രൈസ്തവ നേതൃത്വത്തിൽ വഹിച്ച പങ്കിനെ ആർക്കെങ്കിലും തള്ളിക്കളയാൻ പറ്റുമോ? വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ നേതൃത്വം നയിച്ചിട്ടുള്ള പങ്കിനെ ആർക്കെങ്കിലും ഒന്ന് ആഗോള സഭയാണ്, ആഗോളതലത്തിൽ ഒരു സഭ. ആ സഭയുടെ ഒരുപാട് ആവശ്യങ്ങൾ ഇപ്പൊ നമുക്ക് 2024-ലോ 2025-ലോ മാർപ്പാപ്പയെ പോലെയുള്ള ആഗോള ക്രൈസ്തവരുടെ തലവൻ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം വരുമെന്ന് ഉറപ്പു നൽകുന്നു. ഈ റബ്ബർ അടക്കമുള്ള വിഷയങ്ങൾ ക്രൈസ്തവ സഭയുടെ ആശങ്കകൾ പരിഹരിക്കുന്നു. നോക്കൂ, ഈ പാലാ ബിഷപ്പിനെതിരെ ഉറഞ്ഞു തുള്ളിയിട്ടുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള മതഭീകരവാദ സംഘടനകളെ ഇവിടെ നിരോധിച്ചുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ നേതൃത്വത്തിന് ആത്മവിശ്വാസം നൽകുന്നു. മതഭീകരവാദികൾക്ക് ഇവിടുത്തെ സഭയെയും പാലാ ബിഷപ്പിനെ ഒന്ന് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ക്രിസ്ത്യൻ സമൂഹവും BJP-യും ഇങ്ങനെ മാനസികമായിട്ട് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് അതിന്റെ വെപ്രാളമാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ അയോധ്യ വിഷയത്തിൽ മുസ്ലിം സമൂഹം BJP-യുമായി അടുക്കുന്ന സാഹചര്യത്തിൽ അവർ നടത്തിയ വെപ്രാളം കൊണ്ട്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ക്രിസ്ത്യാനികളെ വേട്ടയാടിയത് കമ്മ്യൂണിസ്റ്റുകാരൻ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ EMS-ന്റെ വിമോചന സമരം മുതലുള്ള ചരിത്രം ഒന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. വിമോചന സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 1.5 ലക്ഷം ആളുകളെയാണ് വിമോചനം. അതിൽ 1 ലക്ഷത്തോളം ക്രൈസ്തവ സഹോദരന്മാരായിരുന്നു. ആ ക്രൈസ്തവ സഹോദരന്മാരിൽ 40,000-ഓളം പേർ സ്ത്രീകളായിരുന്നു. ആ സ്ത്രീകളിൽ ഭൂരിപക്ഷം ക്രൈസ്തവ സ്ത്രീകളായിരുന്നു. നിങ്ങൾ നോക്കണം, അന്ന് നടത്തിയിട്ടുള്ള ക്രൈസ്തവ വേട്ട കേരളം കണ്ടതാണ്. നിങ്ങൾ നോക്കൂ, വിമോചന സമരത്തിലുണ്ടായ വെടിവെപ്പുകൾ, അങ്കമാലി വെടിവെപ്പ്, പുല്ലുവിള വെടിവെപ്പ്, ചെറിയ തുറ വെടിവെപ്പ്, ഇങ്ങനെ വെടിവെപ്പുകളൊക്കെ മരണപ്പെട്ടിട്ടുള്ളത് അന്ന് ക്രൈസ്തവരാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ക്രൈസ്തവരെ എത്ര അക്രമാസക്തമായിട്ടാണ് നേരിട്ടത്. നോക്കൂ, നമ്മൾ ഗുജറാത്തിൽ ഒരു ഗർഭിണിയുടെ കഥ ഇവർ പറയാറുണ്ടല്ലോ, ശൂലത്തിന്റെ കഥ, ഇല്ലാത്തൊരു കഥ, FIR-നകത്ത് ഇല്ലാത്തൊരു കഥ, അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് നടന്നത് ഈ കേരളത്തിലല്ലേ? നോക്കൂ, ഈ ഫ്ലോറ എന്ന് പറയുന്ന മുക്കു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ, ഗർഭിണിയെ വെടിവെച്ച് കൊന്ന് ആ ഗർഭം പുറത്തേക്ക് വന്നത് ഈ കമ്മ്യൂണിസ്റ്റ് വേട്ടയിലാണ്. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ചരിത്രം ആരംഭിക്കുന്ന ഈ സജി ചെറിയാൻ വെറും പ്രസ്താവനയിലല്ല,